വെൽക്കം ബാക്ക് ടു നാസിനീൻസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഇതാ ഫുൾ ഇലകളൊക്കെ തൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേനലായതുകൊണ്ട് തന്നെ മരങ്ങളിലൊക്കെ ഫുൾ ഇതേപോലെ ഇങ്ങനെ കരിയിലകളൊക്കെ വീണ് ഫുൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ നല്ല കാറ്റുമാണ് ഇപ്പോൾ ഇവിടെ. പിന്നെ കുറച്ച് പുല്ലുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. എന്നും ഇതേപോലെ കരിയിലകളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാറില്ല കേട്ടോ മുറ്റും. കാരണം 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ ചെയ്യുള്ളൂ. എന്നും നമ്മളിപ്പോൾ ഒരു ഇച്ചിരി സമയം ചെയ്ത് കഴിയുമ്പോഴേക്കിനും കാറ്റടിച്ചിട്ട് വീണ്ടും പഴയ പോലെ ആവും കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ പുല്ലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ഒരുപാട് ഏരിയയിലൊന്നും പുല്ലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഉള്ള ഏരിയയിൽ പക്ഷേ ഇടയ്ക്കൊന്നും ഇതേപോലെ എന്താ പറയുക, മഴയൊന്നുമുള്ള സമയത്താണെങ്കിൽ നന്നായിട്ട് വളരും. മഴയില്ലാത്തപ്പോൾ ഇതേപോലെ വേനലിൽ അധികം നനയ്ക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര തിക്കായിട്ട് വളർന്നിട്ടില്ല കേട്ടോ. അപ്പം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുകയാണേ. നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ ഒരു സ്പെക്സോ എന്തെങ്കിലും വെക്കണം കേട്ടോ. കാരണം ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് തെറിച്ച് കണ്ണിലാവാൻ ഭയങ്കര ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് കല്ലുകളൊക്കെ തെറിക്കുക. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നല്ല സൂക്ഷിച്ചിട്ടാട്ടോ ചെയ്യാറുള്ളത്. പിന്നെ ഈ ഏരിയയിലൊക്കെ കുറേ പുല്ല് പോയിട്ടുണ്ട് കേട്ടോ. വേനലിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അവിടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഗ്രീനായിട്ടാട്ടോ ഉണ്ടാവുക. അതുപോലെ നമ്മൾ മതിലിൽ ഇങ്ങനെ മൊത്തത്തിൽ ക്രീപ്പർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് നന്നായിട്ട് തിക്കായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇത് മാത്രം കേട്ടോ ചെയ്യുന്നത്. ഈ പുല്ലുകൾ മാത്രം ഒന്ന് ട്രിം ചെയ്യുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതും കൂടെ ചെയ്യുമ്പോൾ സമയത്ത് കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ അത് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ പണിയെടുത്ത് കുഴങ്ങിയത് കാണാൻ വന്നവരാ. വേണ്ട കയറി ഇരിക്കണ്ട. അപ്പോൾ ക്ഷീണിച്ചിരിക്കുക. നല്ല വെയിലായിരുന്നു. നിനക്ക് എന്തായിരുന്നു പരിപാടി ഞങ്ങള് ചെയ്യുമ്പോ? പഠിക്കായിരുന്നു. നിങ്ങളും മാമിയും പഠിക്കായിരുന്നു. ഞങ്ങള് പുല്ലൊക്കെ വെട്ടിയ കണ്ടോ? നീ കണ്ടോ? നീ കണ്ടില്ല? ഞങ്ങൾ പുല്ല് വെട്ടിയ ഏരിയ ഇതുണ്ടോ? വെക്കേഷനോ? ഇതിന്റെ പേരെന്തായിരുന്നു? ഞാൻ പറഞ്ഞതാ, രുദ്രാക്ഷ ഹൈബ്രിഡ് പ്ലാന്റ്. പേരെനിക്ക് ഓർമ്മയുണ്ട്. ഒരു കൊട പോലെ ഇതിപ്പോ ഇങ്ങനെ നല്ല വലുതായിട്ടുണ്ട് കേട്ടോ. ഒരു എട്ടുകാലിനെ പോലത്തെ ഒരു ജീവി ഇതില് നോക്കിക്കോ. എട്ടുകാലി അല്ലത്. കണ്ടോ? കാണില്ല, ഫോക്കസ് ആവില്ല. എന്താ എട്ടുകാലിയാണോ? അല്ലല്ല, എട്ടുകാലിയാണമ്മ. എട്ടുകാലിന്റെ എന്താണ് കൂട്ടാണ്.
പിന്നെ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് വെട്ടിക്കൊടുത്തു. നമ്മള് പക്ഷെ ഇവിടെ റംബൂട്ടാനെ ഇപ്പം ready വേനലായതുകൊണ്ട് നനവൊക്കെ കുറഞ്ഞുകൊണ്ട് ഒരു പച്ചപ്പൊക്കെ കുറവുണ്ട്. പക്ഷെ എന്നാലും നന്നാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ഞങ്ങൾ ഇത് വെട്ടിയില്ല കേട്ടോ അമ്മി. ഇത് ഞങ്ങൾ അങ്ങനെ വെച്ചു. കാരണം ആ ഏരിയയിൽ നല്ല പണിയുണ്ട്. പിന്നെ നമ്മൾ റംബൂട്ടാൻ നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇത് അമ്മേൻ്റെ പാലപ്പൂവാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല ലീഫൊക്കെ ഉണ്ടായിട്ടുണ്ട്. വാങ്ങിയിട്ട് ഉണ്ടായിട്ടില്ല. പോകുന്നുണ്ടാവും. വാങ്ങിയിട്ടൊരു കുറച്ചായിട്ടേ ഉള്ളൂ. വാങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ഇത് ശരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതുണ്ടോ? ഇതിന്റെ ലീഫാണ് നല്ല ഭംഗിയാ. ഭയങ്കര കട്ടിയുണ്ട്, തിക്ക. നല്ല ഇത് വൈറ്റ് പോവാട്ടോ. ഇത് നമ്മളെ പിന്നെ സൺഡേ മൺഡേ ആണ്. സൺഡേ മൺഡേ പക്ഷെ ഇങ്ങനെ ഹൈറ്റ് വെച്ച് വന്നിട്ടില്ല അല്ലേ? പൂവുണ്ടാവണം ഇനി. പൂവുണ്ടാവണം നിറച്ച്. പിന്നെ ഇതിന് നമുക്ക് മാറ്റിയാൽ കൊള്ളാതുണ്ട് ഈ ചെടിയിൽ. നമ്മൾ കട്ട് ചെയ്യണം. മറ്റേ സ്ട്രോബെറി ചെറിയാണ്. അതെ, സ്ട്രോബെറി ചെറിയോ? ഒരു പേരക്കല്ലേ ഇത്? ഒരു അതന്നെ സ്ട്രോബെറി പേരക്ക. അതെ. പിന്നെ ഇത് നമ്മളെ ഡിസംബർ ലേഡി. ഇത് ഡിസംബർ ലേഡി. ഇതേപോലെ ഇതൊന്ന് നമ്മളുടെ അവിടെ ഉണ്ട്, ആ സ്റ്റെയറിന് കയറിന് അവിടെ. ഇതിന് ലേഡീന്റെ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ഉണ്ട്. ഒരു പൂവുണ്ട്. കറിവേപ്പിലയോ? അതിലൊരു കറിവേപ്പില മുളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പോട്ടൊന്ന് ശരിയാക്കി കൊടുക്കണം. ഇനി ഇതൊക്കെ കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഈ ഒരു സാധനമൊക്കെ ഫുൾ കട്ട് ചെയ്യാനുണ്ട്. ഈ ഒരു ബാമ്പു അപ്പൊ അത് പിന്നെ ഒരു ദിവസം കട്ട് ചെയ്യണം. മുല്ലല്ല. അതെ, ഇത് മുല്ലയാ. മുല്ല എനിക്കറിയില്ല കേട്ടോ, അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇത് പണ്ടത്തെ ചെടിയാണ്. പക്ഷെ പിങ്ക് ചെടിയാണ്. അതിന് ഞാനിങ്ങനെ ഒരു പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കാണാൻ രസം. ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് നമ്മളെ ഇതിന്റെ പേര് മറന്നുപോയി. അപ്പാ ഈ ചെടീന്റെ പേരെന്താ? ഇത് ഹെലിക്കോണിയ. ഹെലിക്കോണിയ. ഇത് ഹെലിക്കോണിയ. ഇത് ലില്ലി. ഹെലിക്കോണിയ. ലില്ലിയിൽ ഇപ്പൊ പോവില്ല. ഇതെന്തായിരുന്നു പാപ്പു ഈ ചെടി? മിറാക്കിൾ ഫ്രൂട്ട്. അവിടെ ഇടണ്ട, ഇനി അടിച്ചു വരരുത്. ഇനിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി പിന്നെ അതിനെ ശരിയാക്കാം. ടെർമിനാലി ഇങ്ങനെ വലുതായി ഇങ്ങനെ മേലോട്ട് പോയിട്ടുണ്ട്. ഇവിടത്തെ ഈ ഒരു പക്ഷെ ഇതില്ല, ഇതിനെയും കട്ട് ചെയ്യാണ്ട് കുറേ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ പിടിച്ചിട്ടില്ല. ഭാഗത്തൊന്നും പോയിട്ടില്ല. ഇന്ന് ഈ ഏരിയയിലേക്കൊന്നും വന്നിട്ടേ ഇല്ല. അതുകൊണ്ടോ ഈ ഏരിയ മൊത്തം ഉണ്ട് ക്ലീൻ ചെയ്യാൻ. ഈ ചെടിയുടെ പേരൊക്കെ നന്നായി. നമ്മള് പണ്ടെപ്പോഴും വാങ്ങിച്ചു വെച്ചത്. ഇത് കണ്ടോ? ഇത് ഇവിടെ ചട്ടിയുണ്ട്. അതുവരെ ഇത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അത്രയും വളർന്നിട്ടുണ്ട്. ഇതിന്ന് കൊറേ വലിയതായി പറിക്കാട്ടോ. കാണിച്ചരാ ഇവിടുന്ന് പറിക്കണ്ടാമേ. അതിൽ തന്നെ വെച്ചോ. ഇത് കണ്ടോ? ഇത് മൊത്തം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ തൈകളൊക്കെ ഉണ്ടാക്കാം. ഇതിന്റെ താഴേക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഇന്ന് ഇത് ചെയ്യുന്നില്ല. അത്രയുണ്ട് ഇതല്ലേ. ഇതിലുള്ള ഇത് പണ്ട് നമ്മളൊക്കെ ഇങ്ങനെ പൊട്ടിക്കട്ടെ. അതെന്താണ് ഇങ്ങനെ ബബിൾസ് പൊട്ടിക്കുന്ന പോലെ പാപ്പ പൊട്ടിക്കുന്നുണ്ട് ഇപ്പൊ. അങ്ങനെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ നമ്മൾ പുല്ല് വെട്ടാൻ ഉപയോഗിക്കുന്ന ഗ്രാസ് ട്രിമ്മറും. ഇപ്പം വാങ്ങിച്ചിട്ട് കുറച്ചായി. പക്ഷെ നമുക്ക് നല്ല യൂസാണ് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് ഏരിയ ഉള്ളൂ. ആ ഏരിയയിൽ നമ്മൾ ആദ്യം പുല്ലൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യും. ഇതിന് 2 ബ്ലേഡ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലത്തെ 2 ബാറ്ററി ഉണ്ട്. ഇതേപോലത്തെ ഇത് നമുക്ക് രണ്ടും ചാർജ് ചെയ്ത് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുഴുവൻ വീട്ടിലെ പുല്ലൊക്കെ വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനത്തെ 2 ചാർജറുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതേപോലത്തെ ഒരു സംഭവമുണ്ട്. ഇങ്ങനെ ഇതെല്ലാം കൂടെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രാസ് ട്രിമ്മർ വരുന്നത്. അപ്പം ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ യൂസ് ആയിരിക്കും കേട്ടോ. നമ്മളെ ചെറിയൊരു ഗാർഡനൊക്കെ ഉള്ളവർക്ക് കുറച്ച് ഈസി ആയിട്ടുള്ളൊരു മെഷീനാണത്. അപ്പം ഇതൊക്കെ അതിൻ്റെ ബ്ലേഡുകളാണ് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട്
നമുക്ക് കട്ട് ചെയ്താൽ ഇതിൻ്റെ ഉള്ളുന്നത് എടുത്ത് പുറത്തു പോയാലും നാസിലൂടെ എനിക്ക് ചീത്തേക്കും, അതുകൊണ്ട് ഞാൻ അതെടുത്ത് കാണിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു 3000 എബോ അത്രയേ ഉള്ളൂ, 3000 ഉള്ളിലേ വരുന്നുള്ളൂ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു മെഷീൻ വരുന്നത്. അപ്പം എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയായതുകൊണ്ട് ഇന്നത്തെ പരിപാടികളൊക്കെ നിർത്തി. അപ്പം ഇന്നത്തെ വീഡിയോ ബാബു ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ കണ്ടാല് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലിങ്കിൽ കൊടുത്തോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ബൈ ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ.